ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ ഈ ഇന്നേ വരെ ആരും കാണാത്തൊരു വെറൈറ്റി വീഡിയോ. വല്ലതും അറിയാം എന്തുവാന്ന്? ഇല്ല, ബന്നു കണ്ട്. മഞ്ഞ് മാത്രമേ ബന്നു ഉപ്പേരിയൊക്കെ ഇരിക്കുന്നത് തിന്നാൻ എന്തെങ്കിലും ആയിരിക്കും. അണ്ണന് വല്ലതും തോന്നുന്നുണ്ടോ? നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഇവനെല്ലാം തിന്നും. അതല്ല, എന്തുവാ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന്? ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒരു ചലഞ്ച് ഒന്നുമല്ല. അങ്ങോട്ട് പോകുന്നത് സംഭവം അവിടെ ഇരിക്കുന്നത് മെഡിമിക്സ്, ചക്കയുപ്പേരി, മറ്റേ ഉപ്പേരി, ചപ്പാത്തി, പിന്നെ ലോഷന്, നടുക്കൊരു ടാബ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് നമ്മൾ പരിപാടി തുടങ്ങുമ്പോൾ പറയാം. അപ്പോൾ നമുക്കൊരു അൺബോക്സിംഗ് ആണ് കേട്ടോ. അത് അൺബോക്സിങ് ഏതാണ്ട് ബോക്സിനകത്ത് കയറ്റി വെച്ചിട്ട് തുറപ്പിക്കുന്നു. കയറ്റി വെച്ചിട്ട് തുറക്കണം. അതല്ല കേട്ടോ, ഒരു അൺബോക്സിങ്. നമ്മൾ ഇന്ന് ഇത് വെച്ചാണ് നമ്മളെ ചലഞ്ച് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്നു. ഡബിൾ ബാരൽ. ഡബിൾ ബാരൽ. നമ്മൾ ഇന്ന് ഈ ഡബിൾ ബാരൽ വെച്ച് ഇത് ഉന്നം ചെയ്ത് ഇത് കൊള്ളിപ്പിക്കുന്നവർക്ക് ഓരോ സമ്മാനം. എന്നിട്ട് ഈ തോക്കിങ് തരുവോ? തോക്കുന്നില്ല. ഡബിൾ ബാരൽ ഗൺ. ഇതെന്തുവാടാ ഉണ്ണിക്കുട്ടാ? ഇതാർക്കാ മോനെ ഇതെല്ലാം കഴിഞ്ഞ്? നമ്മുടെ വീട്ടിലേക്കാണോ തോക്കോ? തോക്ക് നമുക്ക് ആണോ? പിന്നെ ആദ്യം നമുക്ക് ഈ തോക്ക് ഇത് മുറുക്കണം. ഇത് സ്ക്രൂ ഉണ്ട്, അതിട്ട് നമ്മളൊന്ന് മുറുക്കണം. നല്ല രസമുണ്ടല്ലോ മോനെ. അപ്പൊ നമ്മള് ഈ ഡബിൾ ബാരൽ കണ്ണു വെച്ച് അത് കാണിച്ചു. അതെല്ലാം ഉന്നം ചെയ്യും അവിടെ നിന്ന്. അത് ഒരാൾക്ക് 2 സെറ്റ് വെച്ചായിരിക്കും. അത് ഈ അടിക്കുന്നവർക്ക് സാധനം കിട്ടും. അത് മാത്രമല്ല, ഞാൻ ഈ കഥയ്ക്കകത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ടാവെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ കൊണ്ടാ നമ്മൾ കൊണ്ട് ഡിസ്ക്വാളിഫൈഡ്. ഈ ടാവയിലാണ് നമ്മുടെ ആ വെടി കൊള്ളുന്നതെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ ട്രയൽ റൺ അടിക്കാം. നമുക്ക് ആദ്യമേ ട്രയൽ റൺ അടിക്കാം. സംഭവം വെച്ചാൽ ഇത് സിമ്പിൾ ആണ്. മിണ്ടല്ലേ, വേണം ഇങ്ങോട്ട് വേണം. ഇത് നമുക്ക് ഡബിൾ ബാരല്ല. ഡബിൾ ബാരൽ എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ആ തോക്ക് പോലെ തന്നെ ഇത് പ്രവർത്തിക്കും. അത് ഇതിനകത്ത് നമുക്ക് ഈ സാധനം ഇട്ട് കൊടുക്കാം. ഉണ്ട ഇത് മറ്റേ നമ്മുടെ ഒട്ടിയിരിക്കുന്ന സാധനം കേട്ടോ. എന്നിട്ട് 1 2 അതേ കൊണ്ട് ഔട്ടാ കേട്ടോ. അതായത് ആ ഫോട്ടോയെ കൊണ്ട ഡബിൾ ബാരൽ. എന്നിട്ട് നമ്മൾ മാറി ഇത് നമ്മൾ ഇവിടെ നിന്നിട്ട് ഉന്നം പിടിക്കണം. അവിടെ ഇത് എല്ലാം കിട്ടണം. ഇത് ഉന്നം പിടിച്ചിട്ട് ഏതെല്ലാം കൊള്ളുന്നത് അത് അവർക്ക്. കണ്ടോ, ഒരെണ്ണം കൂടെ ഉണ്ടേ. ഇന്നിതാണ് നമ്മുടെ ചലഞ്ച്. എനിക്കിതൊന്നും ഓക്കെ, എന്ത് ഞങ്ങൾ ആരും വലിയ മറ്റേ വാറുണ്ണിയുടെ പട്ടാളക്കാരന്റെ റിട്ടയർ ആരായിരുന്നു? അതൊന്നും അറിയത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ തോക്ക് ഇങ്ങനെ എന്തുവാ കറക്റ്റ് ഡബിൾ ബാരലില്ലേ അത് കറക്റ്റ് ചെയ്യുന്നു കേട്ടാ. കണ്ടാ, കറക്റ്റ് തോക്ക് നമ്മളെ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ. ആദ്യമായി അമ്മയാണ് നമ്മൾ ഡബിൾ ബാരൽ കൊടുക്കുന്നത്. ഡബിൾ ബാരൽ ഉന്നം ചെയ്യാൻ അമ്മയ്ക്ക് കൊടുക്കുന്നു. ഡബിൾ ബാരൽ കൊടുക്കുക, അമ്മയ്ക്ക് കൊടുക്കുന്നു. ഫോട്ടോ എടുത്ത് ടാബിനകത്തിട്ട് കൊണ്ട് ഡിസ്ക്വാളിഫൈ കേട്ടോ. ഫസ്റ്റ് വെടി തന്നെ ടാബിൽ കൊള്ളുവാണെങ്കിൽ തോറ്റു. പിന്നെ വെടിയില്ല ആ റൗണ്ടില്. പിന്നെ ആ റൗണ്ടിൽ വെടിയില്ല. ബന്നെ ഉന്നം വെച്ചാലോ? ഉന്നം വെച്ചാ സാറ്റിസ്ഫൈ. ഇതൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഡബിൾ ബാരല്ല, 2 വെടി വെക്കാം. അതായത് നമ്മള് ഒരു ടൈം ഇപ്പൊ കാണിച്ചാ ഒരു ടൈം ഇതേ നോക്കിയോ, ഇതേ കാണിച്ചു. ഒരു ടൈം നമ്മളാണ്ട് ഇത് പുഷ് ചെയ്ത് എന്നിട്ട് അവിടുന്ന് കൈ മാറ്റരുത്. എന്നിട്ട് ഒന്നുകൂടെ ചെയ്യണം. കൈ റീലോഡ് പോയാൽ പോയി, ഒന്നുകൂടെ അടിക്കണം. കണ്ട, അപ്പോഴേ ഉള്ളു. മനസ്സിലായി? അല്ലാതെ ഇങ്ങനെ പോകരുത്. ഓക്കെ, ആദ്യമായി നമ്മൾ നമ്മുടെ തോക്ക് ഡബിൾ ബാരൽ ഗൺ ഷൈലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നീ ഒരു അമ്മ അടിക്കല്ലേ. ഞാൻ ഇവിടെ നിർത്തോളാം. നീ അമ്മ വെടിവെക്കുന്ന എടുത്തു. വെടിവെക്കുന്ന എക്സ്പ്രഷൻ എടുത്തു. അപ്പം ഫസ്റ്റ് വെടി തള്ള. കമോൺ. ഒന്നുമില്ല കേട്ടോ, ഒന്നിലും കൊണ്ടില്ല.
ഓ ഒന്നേലും കൊണ്ടില്ല. അപ്പം ഫസ്റ്റ് വെടി തള്ള. കമോൺ. ഒന്നുമില്ല കേട്ടോ, ഒന്നേലും കൊണ്ടില്ല. ഓ ഒന്നേലും കൊണ്ടില്ല. അടുത്ത നമുക്ക് കൊടുക്കാം. അടുത്ത നമ്മുടെ ഗോകുലാണ്. ദുബായിൽ നിന്ന് വന്ന വെടിക്കാരനാണ്. എന്റെ ആങ്ങളെയാട്ടെ, എന്റെ കുഞ്ഞാങ്ങളെയാ ഇത്. എന്റെ ദൈവമേ, അങ്ങനല്ല, അത് നമ്മള് വിചാരിക്കുന്നതല്ല, നല്ല പാടാ. നമ്മള് വിചാരിക്കുന്നതല്ല, ആ ഉന്നം പിടിച്ച് നമ്മൾ ഇതുവരെ ഇല്ല ചുമ്മാ പോലും തോക്കൊന്നും ഉപയോഗിച്ചു. ആരെങ്കിലും അതായത് ഒപ്പിക്കുന്ന അറിയണം. മാറുണ്ണി ഇവിടെ എപ്പോ ഉണ്ട്. പിന്നെ അന്നേരം ഔട്ടാന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ കൊടുക്കുന്നത് ഗോകുലണ്ണനാണ്. ഞാൻ തരാം. അടുത്ത നമ്മൾ കൊടുക്കുന്നത് ഗോകുലണ്ണനാണ്. ഗോകുലണ്ണൻ കുറച്ച് നീങ്ങി നിർത്തുന്നത്. അച്ഛനെ വിളിക്കാം. അടുത്ത ഗോകുലണ്ണൻ. സ്റ്റാർട്ട്. രണ്ട് പന്നലുണ്ട്. ഒരു വെടിക്ക് രണ്ട് പന്ന് കിട്ടി. പക്ഷെ ഒരു പന്നേ ഉള്ളു കേട്ടോ. ഗോകുലണ്ണൻ. സ്റ്റാർട്ട്. ഇല്ല ഒറ്റ വെടിയേ ഉള്ളു. അത് വെക്കണമായിരുന്നു. അത് നമ്മൾ ഒരുമിച്ച് ഞെക്കരുത്. അത് മുമ്പേ അണ്ണനും ഒന്നുകൂടെ ഞെക്കി. അത് പെയ്യൊന്ന് വിട്ടേക്കണം. അടുത്ത ഞാൻ ഗോകുലണ്ണ ഒരു വെടി കഴിഞ്ഞു. ഗോകുലണ്ണ ഒരു പന്നെ കൊളിപ്പിച്ചു. ഗോകുലണ്ണ ഒരു പന്ന് വീട്ടിൽ കൊണ്ടുപോവാ. ഗോകുലണ്ണ ഒരു പന്നി ഇട്ടിരിക്കുന്നു. ഗോകുലണ്ണന് ഒരു പന്നി ഇട്ടിരിക്കുന്നു. സൂപ്പർ. വളയൊക്കെ പൊട്ടി. അടുത്ത ഞാൻ. കിട്ടല്ലേ ഭഗവാനെ, ഒന്നും കിട്ടല്ലേ. അറിഞ്ഞോണ്ട് എന്റെ മോനെ കളിപ്പിച്ച. അടുത്തയായി ഉള്ളതിലെ മെയിൻ വേട്ടക്കാരൻ വെടിക്കാരൻ അച്ചു. ഏത് തേങ്ങയും ഒറ്റ ഏറിനിടും. ഓൾറെഡി ഈ പന്നി ബുക്കിലാണേ. കൊണ്ടാവന് വേറെ പന്നി നമ്മൾ കൊടുക്കാം. ഓക്കെ. അപ്പൊ അച്ഛൻ ഇറങ്ങി. ആ ഞാൻ ഇവിടെ. അപ്പം അച്ചുവിന്റെ വെടിയാണ് ഇനി. വെയിറ്റിംഗ്. ഇട്. ഒന്നൂടെ അതെ നോക്കടാ. ഇല്ല സൈഡിലാ വേണ്ട. സൈഡിൽ കൊള്ളോണ്ടില്ല കേട്ടോ. അപ്പം അച്ചുവിന്റെ വെടിയാണ് ഇനി. വെയിറ്റിംഗ്. ഇട്. അതെ നോക്കടാ. സൈഡിലാ വേണ്ട കേട്ടോ. സൈഡിൽ കൊള്ളോണ്ടില്ല കേട്ടോ. സൈഡിൽ കൊണ്ടുപോണ്ടില്ല. കറക്റ്റ് നടുക്ക് കൊള്ളണം നമ്മള്. സൈഡിൽ കൊണ്ടുപോണ്ടില്ല. കറക്റ്റ് നടുക്ക് കൊള്ളണം നമ്മള്. നമ്മള് മറ്റേ ഓച്ചറയിലൊക്കെ പോകുമ്പോ കറക്റ്റ് നടുക്ക് കൊണ്ടാണ് കൊടുക്കത്തുള്ളൂ. അല്ലാതെ തരത്തില്ല കേട്ടോ. അപ്പൊ അച്ഛനൊന്നും ഇല്ല. അല്ല ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം. അല്ല ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഇതെനിക്ക് തന്നു വേണ്ട കേട്ടോ. ഇതെനിക്ക് തന്നു വേണ്ട. അപ്പം ഒരെണ്ണം ഉണ്ടേടാ. അപ്പൊ നമ്മൾ അടുത്ത ആരെയും വിടാനുള്ള. അടുത്തയാണ് ക്യാമറാമാൻ നന്ദപ്പൻ. ഇതിന്റെ റീലോഡിങ് അടിപൊളിയല്ലേ? കറക്റ്റ് തെറിക്കാണ്. ഈ സാധനം കണ്ടു. ഈ സാധനങ്ങൾ ഏതെങ്കിലും ഓച്ചറയിലൊക്കെ പോകുന്ന കൂട്ട് ഓച്ചറ പോകുന്ന അത് കാണിച്ചോളൂ ഒരെണ്ണം. അതായത് സംഭവം വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ കാണിച്ചു. ഇങ്ങോട്ട് ഇതിപ്പോ ഇങ്ങനെ വെച്ചേ. ഇത് താഴെ നോക്കിയോ. താഴെ ഇതിങ്ങനെ ഒറ്റ ഇടണമേ പോവും. അത് കൈ വിടരുത്. ഒരെണ്ണം കൂടെ ഉണ്ട്. മനസ്സിലായോ? ഇവന് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. അപ്പൊ നമ്മൾ നമ്മുടെ തരാം. ഇത് കണ്ടോ. ഇതിപ്പോ മറ്റേ തോക്ക് പോലെ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് ശ്രദ്ധിരണ്ണ. കറക്റ്റ് തോക്ക് പോലെ തന്നെ. ദൈവമേ, ഇത് കൊള്ളാം. പക്ഷെ പിള്ളേരേറെ വേണമായിരുന്നില്ലയോ മോനെ? ഇല്ല അങ്ങനൊന്നും ഒട്ടുന്നേ. കമോൺ. ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങിയേ.
അമ്മ അടിച്ച് കണ്ണൊക്കെ എടുക്ക് ഒന്നുകൊണ്ട് അടി ഒന്ന് അമ്മക്ക് അങ്ങോട്ട് അറിയുന്നേ ഓ അമ്മ അടിച്ച് കണ്ണൊക്കെ എടുക്ക് ഒന്നുകൊണ്ട് അടി ഒന്ന് അമ്മക്കിട്ട എല്ലാരും അടിക്കുന്നേ എന്നോ നോട്ടപ്പുള്ളി ഒന്നുകൂടെ പറഞ്ഞേ അച്ഛനും മോനും ഞാനാ നോട്ടപ്പുള്ളി. അതെ ഇനിയില്ല അമ്മ എവിടാ മേടിച്ചേ പഠിക്കാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞു കേട്ടോ. അണ്ണൻ തന്നെയല്ലേ പറഞ്ഞത്. കൊക്കിനെ വഴിയൊക്കെ ആയിരിക്കും. ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റ് വിടണം. കാരണം ഞാൻ പോയിട്ട് ഉണ്ടെല്ലാം പോയി അവിടെ നിരക്കത്തില്ല. ഇനി നന്ദു ആണ് നമ്മുടെ ലാസ്റ്റ് നന്ദു. അത് കൊള്ളല്ലേ, നിന്നെ കൊല്ലും ഞാനാ. നന്ദു ഓ നന്ദു ഡിസ്ക്വാളിഫൈഡ്. ശൈലാമ്മ അന്ന് ചോറ് കൊണ്ട് വയറ് നിറഞ്ഞിരിക്കും. ശൈലാമ്മ തന്നെ വെടിവെക്കാന്ന് വെച്ച് ഇല്ല ഒന്നുമില്ല, ഹോളൊന്നും ആവത്തില്ല. അപ്പൊ അടുത്ത റൗണ്ടേ. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അവസരം കിട്ടിയ എങ്ങനെ വെടിവെക്കും? അമ്മ അടിച്ച് കീറുമെന്നാണ് അച്ഛൻ പറയുന്നത്. വീണ്ടും വെടിക്കാരി ശരി. കമോൺ ഞാനാണോ? ആ മാറിക്കേ. ബന്നില്ലല്ലോ. ബന്നു എന്താണ് അടിക്കാൻ? കടയിൽ നിന്ന് മേടിച്ചു തരും ഈ ഇരിക്കുന്ന സാധനം. ഓ അന്ന് നോക്കുന്നുണ്ടോ ബന്ന്? അതേ എടുത്തോ ബന്നടി. ആ ഒന്നുമില്ല, കാട്ടിൽ ബെഡ്ഷീറ്റ് കിട്ടുന്നതായിരിക്കും. ബെഡ്ഷീറ്റ് ഉപ്പേരെ കൊണ്ടില്ല, അത് ഇരിക്കണോ? അത് ഇരിക്കണം, അടുത്ത് കൊണ്ടിരിക്കണം. അപ്പൊ പക്കാവട ശൈലിക്ക് ഇട്ടിരിക്കും. ശൈലിക്ക് ഒരു പക്കാവട. അടുത്ത ഗോകുലാണ് ഇല്ലേ? ഗോകുലാണ്. അടുത്ത വീണ്ടും നമ്മുടെ പട്ടാളക്കാരന്റെ മോൻ. പട്ടാളക്കാരന്റെ ഇതിന്റെ കൂടെ ഉള്ളയാ ആണോ? ആ പേസ് എല്ലാം ഉണ്ട്. പിന്നൊരു കാര്യമാ, ഇതിനൊക്കെ പൈസ എന്ത് ചെയ്യേ? ഞാൻ കൊടുക്കും. സാധനങ്ങളാ പൈസ തരണം. അല്ല കിടങ്ങിൽ ടൈറ്റിൽ സ്പോൺസർ അല്ലേ? ഞങ്ങൾ അവസാനം കാണിക്കും കിടങ്ങിൽ സ്പോൺസർ. കടയിലെ സാധനങ്ങളല്ലേ കിടങ്ങിൽ സ്റ്റോർ സ്പോൺസർ. താഴെ എഴുതി കാണിക്കാം യൂട്യൂബിൽ. വലിയ സംശയം ഇതിനെ ആര് കൊണ്ടുപോകുന്ന സംശയം. അല്ലല്ല ഈ സാധനങ്ങളെല്ലാം സ്പോൺസർ ചെയ്യുന്ന കിടങ്ങിൽ സ്റ്റോഴ്സ് പറഞ്ഞുതരാം. പരസ്യം പോ. കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാം. അല്ല പറയട്ടെ, പറഞ്ഞു. ആ അപ്പം നല്ല സാധനങ്ങൾക്ക് കടലിലേക്ക് വരിക. ഇത് എന്തെങ്കിലും മെഡിമിക്സ് അത് ചാരി ഇരിക്കുന്നില്ല. മെഡിമിക്സ് പോയി. അല്ല അടുത്ത ഇത് അതാ കിട്ടത്തില്ല വിചാരിച്ചാ നോക്കണേ മോനെ. പക്കാവടല്ല. ഗോകുലണ്ണന് മെഡിമിക്സ് ഇട്ടിരിക്കുകയാണ്. എന്തുവാ ഒരെണ്ണം കേട്ടോ? സാധനം വേണോ? നമ്മുടെ മെയിൻ വെടിക്കാരൻ പോവാണ്. മെഡിമിക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് വാഷ്. കിടങ്ങിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് വാഷ്. ഒരു അമ്പാടിയിൽ നാച്ചുറൽ ഫുഡ് പ്രൊഡക്ട്സ് ചെയ്യുന്ന ഒരു സാധനം. ബന്നു. ഇതിന്റെ ബില്ല് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അല്ല പൈസ അതാണ്. അപ്പൊ ഓക്കെ. അടുത്ത വീണ്ടും ഞാനാണ്.
ഔട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾക്കിട്ട് 2 വെടി അതാടാ നിന്റെ മനസ്സിന്റെ മനസ്സിലായി എന്തുമാത്രം ദേഷ്യമുണ്ട്. മതി. കാര്യം സാധിക്കാനായിട്ട് അമ്മോന്നും പറഞ്ഞോണ്ട് വരും. കണ്ടോ എവിടാന്ന് നോക്കിക്കാ അത് വന്ന് തറച്ചിരിക്കുന്നത്. മൂക്കയിലും നെഞ്ചത്തും. അവിടെ നെഞ്ചത്തടിയടാ വെടിയെന്ന് പറയാം. അതൊന്ന് പറഞ്ഞ കൂട്ടായിപ്പോയി. കണ്ടോ, ഇത് അടിപൊളി ഒരു സംഭവം കേട്ടോ. കാരണം നമുക്ക് പേടിക്കുക ഒന്നുമില്ല, കണ്ണിലൊന്നും കെട്ടി അടിക്കരുത് അല്ലേ, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഇനി അടുത്ത തരാമേ. അച്ചു ഞാൻ എനിക്ക് ഇനി ഒന്നുകൂടെ വേണം. ദൈവമേ എന്നൊക്കെ അടിപൊളിയല്ലേ? അല്ല പെട്ടെന്ന് ഉന്നം വെക്കാൻ പറ്റുന്നു. ഉന്ന കുഴപ്പമില്ല. ഇത് എവിടുന്ന് നീ മേടിച്ചോണ്ട് പോകുന്നു? പൊക്കൊക്കെ ദൈവമേ ബന്നയിലായിരിക്കണേ. ഒന്നുമില്ല, നോക്കിട്ടടി താത്ത് പിടി എന്റെ മണ്ട. അടുത്ത നന്ദു. അവൻ വേണം അമ്മയുടെ കേട്ട് പിന്നെയും ചെല്ലും. നന്ദു നെറ്റിക്കടിക്ക്. നന്ദു ബെറ്റാണേ. നന്ദു അമ്മയുടെ നെറ്റി അതില്ല, അത് കൊള്ളും. നന്ദു. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ശൈല ചേച്ചിയുടെ അവസ്ഥ. എങ്ങനെ കൊണ്ടില്ല? ഇല്ല ഫസ്റ്റ് അച്ഛൻ ഇവിടെ ആയിരുന്നു, എന്നിട്ട് ഇവിടെ കൊണ്ടേ. ഇല്ല ഉപ്പേരല്ല ഉണ്ട്. അച്ഛനെ അറിയത്തില്ല കേട്ടോ. അച്ഛൻ നമ്മള് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെ അടിക്കണ്ടേന്ന്. അതെ, ഒന്നുകൂടെ കാണിച്ചു. ഞാൻ എന്നിട്ട് ഔട്ടായിട്ട് പറയില്ലോ, അറിയത്തില്ലായിരുന്നു. നമ്മൾ ഇതിന്റെ ഇതിങ്ങനെ പിടിച്ചിട്ട് ട്രിഗർ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ പുഷ്, അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. അല്ലേലും അറിയാവടാ, നിനക്കൊന്നും സ്നേഹമില്ലെന്ന് അറിയാൻ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞില്ലേ? കണ്ടോ അതവിടെ ഇരിക്കണം, അടുത്തെടുക്കാം. രസമുണ്ട് ഇവിടെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് ബിയർ പറഞ്ഞു കൊടുത്ത് അമ്മയ്ക്ക് അടി കണ്ട അടിക്കില്ല. ഇവിടുന്ന് ചുമ്മാ കാണാ അമ്മയ്ക്കിട്ടടി. കൊണ്ടില്ല. അമ്മയ്ക്കിട്ടടി. പിന്നെ അത്രയ്ക്ക് അങ്ങ് എന്ത് പോവാ? ഒരരയ്ക്ക് വേണ്ടി നിങ്ങളെ ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കളി അല്ലേ. വീട് കഴിഞ്ഞു ഫോട്ടോ എടുത്തതാണ്. ആ ടാബിനകത്ത് ടാവാത്. പാടാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതെ, അവിടുന്ന് വരാം ഇവിടുന്ന് വരാം, പോയി ലിറ്റർ ആയില്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ കരുതുന്നു അല്ലേ. സന്തോഷം. അടിപൊളി വീഡിയോ ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സാധനങ്ങളെല്ലാം എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി ചാലഞ്ച് നിങ്ങൾക്ക് മതി. അതെ, വീണ്ടും ഞങ്ങൾ വരും. ബൈ, ടാറ്റ.